പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥിയായി ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. തുറന്ന വാഹനത്തിൽ അദ്ദേഹം വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സ്വാഗതം സർ. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നു. എങ്ങനെയുണ്ട് ആദ്യത്തെ ഈ ഒരു പ്രചരണ പരിപാടി പങ്കെടുത്തപ്പോൾ തന്നെ എങ്ങനെ തോന്നുന്നു? സ്വീകരണം അടൂരിലേക്ക്, ഏനാത്ത് പാലം മുതൽ അടൂർ വരെ തുടർച്ചയായിട്ടുള്ള സ്വീകരണങ്ങള്. ഇനി അടൂരെന്താ നടക്കാൻ പോണെന്ന് ചെന്നിട്ട് വേണം കാണാനായിട്ട്. വലിയ ആവേശകരമാണ്. വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഉള്ള പ്രതികരണങ്ങള് എല്ലാ ഭാഗത്തുനിന്നും വഴിനീളയുണ്ട്. എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങളെക്കുറി? ഒന്ന്, ദേശീയ രാഷ്ട്രീയം. രണ്ട്, കേരളത്തിനെതിരെ കേന്ദ്രം ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം. പക്ഷേ അതോടൊപ്പം തന്നെ വിജ്ഞാന പത്തനംതിട്ട എന്നുള്ള പേരിൽ ഒരു പുതിയ പത്തനംതിട്ടയ്ക്കുള്ള പരിപാടി, അത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. ഈ പത്തനംതിട്ടയിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDFന്റെ ജനപ്രതിനിധികൾ തന്നെയാണുള്ളത് നിയമസഭയിൽ. അത് തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഡ്വാൻറ്റേജ് ആകുമോ? ഒരു സംശയമില്ല. 7 MLA മാത്രമല്ല, 2 ജില്ലാ പഞ്ചായത്തും, 2 ഒഴികെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും, മഹാഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളും LDFനോടൊപ്പമാണ്. ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന്. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഭൂരിപക്ഷമൊന്നും പറയാറായിട്ടില്ല. പക്ഷെ നന്നായി ജയിക്കുമെന്നതിനെ കുറിച്ച് സംശയമില്ല. ഭൂരിപക്ഷം കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. കിഫ്ബി ഒരുപക്ഷെ UDFും NDAയും താങ്കൾക്കെതിരായിട്ടുള്ള ഒരു പ്രചരണം ആക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കും? അയ്യോ, പ്രതിരോധിക്കൊന്നുമല്ല, ആഹ്ലാദിക്കുകയാണ്. 2 3 നോട്ടീസ് കൂടി ED തണുപ്പ് കാലത്ത് അയക്കട്ടെ. ഇവിടെ ഉണ്ടല്ല 8000 കോടി രൂപയുടെ റോഡും പാലവും കെട്ടിടവും ഒക്കെയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെയൊക്കെ മുന്നിൽ ബോർഡ് വെക്കാൻ പോയാ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കാൻ പോണത്, ഇതൊക്കെ വേണോ, വേണ്ടിയിരുന്നോ, അല്ലോ ഇതൊക്കെ ഇല്ലാത്തൊരു പത്തനംതിട്ടയായിരുന്നു നല്ലത്, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വോട്ട് തരൂ. ഇതാണ് ക്യാമ്പയിൻ. താങ്കൾ ലോക്സഭയിലേക്ക് എത്തുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് മനസ്സിലുള്ളത്? എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ്. തൊഴിൽ വേണോ, വരുമെന്ന് തൊഴിൽ തരാം, ഉറപ്പായിട്ട് പറയും. ഇപ്പൊ 12,000 തൊഴില് നമ്മൾ പുറത്ത് വിട്ടു കഴിഞ്ഞു. അല്ലേ, ഇത് പോരാ, വേറെ വേണം, ഇനിയും വേറെ ഇല്ലെന്നും. ഇവിടുത്തെ ഹൈടെക് കൃഷി, നമ്മുടെ വിദ്യാലയങ്ങൾ നന്നാക്കാനുള്ള പരിപാടി, സമഗ്ര പാലിയേറ്റീവ്, സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല, ഒരു പുതിയ പത്തനംതിട്ടയിൽ. UDFനെയും NDAയും എതിർചേരിയിലുള്ള ആ ഒരു മുന്നണികളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അവരിൽ നിന്നും ഒരു ശക്തമായിട്ടുള്ള മത്സരം പ്രതീക്ഷിക്കുന്നില്ല? നിശ്ചയമായിട്ടും. കഴിഞ്ഞ 15 വർഷമായിട്ട് UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമല്ലേ. അപ്പൊ ശക്തമായിട്ടുള്ള മത്സരം ഉണ്ടാവും. നല്ലത്, അത് മോശത്തിലൊന്നും പറയാനില്ല. വരട്ടെ, നന്നായിട്ട് മത്സരിക്കട്ടെ. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും LDFന് മികച്ച വിജയം തന്നെ ഉണ്ടാകും. അതുതന്നെയാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള അങ്ങയുടെ ഒരു വിലയിരുത്തൽ, അല്ലേ? അതെ. കേരളത്തിൽ മികച്ച വിജയമായിരിക്കും, ഒരു സംശയമില്ല. നമ്മളിവിടെ ഒരു വലിയ മാറ്റം കേരളത്തിൽ, ദീർഘനാളിൽ കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പോകുന്ന പുതിയ ചലനങ്ങള് കേരളത്തിലുണ്ടാവും. ഏതായാലും LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് വിജയപ്രതീക്ഷയിലാണ്. കിഫ്ബി പ്രധാന പ്രചരണായുധം മണ്ഡലത്തിലാക്കുമെന്ന് ഡോക്ടർ തോമസ് ഐസക് പറയുന്നു. ഒപ്പം തന്നെ UDF NDA അവരെ വില കുറച്ച് കാണുന്നില്ല. ശക്തമായ മത്സരം തന്നെ പ്രതീക്ഷിക്കുന്നു. വിജയം 100% ഉറപ്പാണെന്ന് ഡോക്ടർ തോമസ് ഐസക് പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.